പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മളെ കൊച്ചാക്കുന്നവരുണ്ട്. നിങ്ങൾ നോക്കൂ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആരംഭിച്ചിട്ടുള്ള 500-ൽ പരം വരുന്ന സ്ഥാപനങ്ങൾ ഫദീല എന്ന് പറയുന്ന കോഴ്സ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലുണ്ട്, കേരളത്തിന്റെ പുറത്തുണ്ട്. ഇന്ന് പലരും അഭിമാനത്തോടു കൂടെ പറയും, എന്റെ മകള് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ഫദീല കോഴ്സിനെ പഠിക്കുക. അതുപോലെ അടുത്തായി രൂപം കൊണ്ട കഴിഞ്ഞ 2 വർഷം നമ്മൾ രൂപീകരിച്ച സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന SNEC എന്ന് പറയുന്ന വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ കീഴിൽ വലിയ പെൺകുട്ടികൾക്ക് ഉന്നതമായി പഠിക്കാനുള്ള മതബൗദ്ധിക സമന്വയ കേന്ദ്രങ്ങൾ ഇന്ന് സമസ്തയുടെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സമസ്ത നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം വന്ന് ചോദിച്ചാൽ SSLC പരീക്ഷയിലൊക്കെ ഫിസിക്സിൽ സയൻസിലൊക്കെ ഉന്നതമായ മാർക്ക് വാങ്ങിച്ച് MBBS-നൊക്കെ പ്രതീക്ഷിക്കുന്ന നീറ്റ് പരീക്ഷയെ നേരിടാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള വലിയ സംവിധാനത്തോടുകൂടെയാണ് സമസ്ത കേരള ഇസ്ലാം ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ തന്നെ SNEC എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ സനാഇയ എന്ന് പറയുന്ന പ്രത്യേകമായ ഡിഗ്രി കൊടുത്തുകൊണ്ട് നമ്മൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇത് നിങ്ങൾ നോക്കും, മദ്രസകളിൽ 10ാം ക്ലാസ്സിൽ 11ാം ക്ലാസ്സിൽ 12ാം ക്ലാസ്സിൽ വരെ മുതിർന്ന പ്രായമുള്ള പെൺകുട്ടികൾ സമസ്തയുടെ മദ്രസകൾ പഠിക്കുന്നില്ലേ? അവരുടെ വിദ്യാഭ്യാസം എവിടെയാണ് സമസ്ത തടഞ്ഞത്? എവിടെയും നിർത്തിവെച്ചിട്ടില്ല. നമ്മുടെ മദ്രസകളിലുള്ള പ്രിയപ്പെട്ട ഉസ്താദുമാരടക്കമുള്ളവർ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ചിട്ടാണ് ഇന്ന് കാണുന്ന പല വിദ്യാഭ്യാസ പെൺകുട്ടികൾ പഠിക്കുന്ന സംവിധാനങ്ങളിലേക്കും നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ പോയത്. ഞാൻ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. എനിക്ക് അഭിമാനത്തോടു കൂടെ പറയാൻ കഴിയും, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിദ്യാഭ്യാസ ഏജൻസിയുടെ ഭാഗമായിട്ടുള്ള പെൺകുട്ടികൾ പഠിക്കുന്ന സംവിധാനത്തിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ SSLC പരീക്ഷയിൽ മുഴുവൻ മാർക്ക് വാങ്ങിച്ചിട്ടുള്ള പെൺകുട്ടികളെ അത്തരം സിലബസിൽ പഠിപ്പിക്കാൻ വേണ്ടി നമ്മളൊക്കെ നന്നായി ഇടപെടുകയും ആ കുടുംബങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മോട്ടിവേഷൻ നൽകുകയും അവരോട് അതിന്റെ മഹത്വങ്ങളും ഗുണങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ വളർത്തിക്കൊണ്ടുവന്ന വലിയ വലിയ സംവിധാനങ്ങളാണ് ഇവിടെയുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിന്റെ പ്രവർത്തകന്മാരുടെ അതിന്റെ സഹായികളുടെ ഇടപെടലോടുകൂടിയാണ് പ്രിയമുള്ളവരെ അത്തരം സംവിധാനങ്ങൾക്ക് ഇവിടെ വളർന്നു പന്തലിച്ചത്. എന്തുകൊണ്ടാണ് നമ്മൾ ആ സംവിധാനത്തിലേക്ക് പെൺകുട്ടികളെ പറഞ്ഞയച്ചത്? അവിടെ മതബൗദ്ധിക സമന്വയം ഉണ്ട് എന്നതുകൊണ്ട് മാത്രമല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അംഗീകരിക്കപ്പെടുന്ന ഒരു കോഴ്സ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കന്മാരുടെ അവരുടെ വോയിസുകളും അവരുമായി ബന്ധപ്പെട്ട പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതുകൊണ്ട് സമസ്തയുടെ ഒരു സംവിധാനം എന്ന നിലക്കാണ് പ്രിയമുള്ളവര് അത്തരം കോഴ്സുകളിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ കൊണ്ടുപോയി ചേർത്തത്. ആ മക്കൾ വിശുദ്ധ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്ന നിബന്ധന നമുക്കുണ്ട്. അങ്ങനെ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ അവിടെ കൊണ്ടുപോയി ചേർക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ അതിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഒറ്റപ്പെട്ട സംഭവങ്ങൾ, അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന ആളുകളുടെ പ്രഭാഷണങ്ങളിൽ, അവരുടെ ചില പ്രവർത്തനങ്ങളിൽ അത്തരം വിഷയങ്ങൾ കാണുമ്പോൾ അതിനെ തടയിടേണ്ടത് അതിന് നേതൃത്വം നൽകുന്ന സംഘടന എന്ന നിലക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഡ്രൈവർമാർ കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. ഡ്രൈവർമാർ ഈ വണ്ടിയെ എവിടേക്കും വഴിതിരിച്ചു വിട്ടിട്ടില്ല. ഇത്തരം ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിൽ പോരായ്മകൾ ഉണ്ടായപ്പോൾ ലെഫ്റ്റിക്ക് നമ്മൾ വലത്തോട്ട് ഇടത്തോട്ട് യൂട്ടേണിച്ച് അങ്ങനെ കൃത്യമായിട്ട് വണ്ടി ഈ സമസ്ത എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഡ്രൈവർമാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ ഓടിക്കുമ്പോൾ ചില ഡ്രൈവർമാർക്ക് ഇഷ്ടപ്പെടൂല. കാരണം ഞാനുണ്ടാകുമ്പം ഇവിടെ വേറൊരു ഡ്രൈവർ ആവശ്യമില്ല എന്ന് തോന്നുമ്പോൾ പ്രശ്നമാണ്. അപ്പൊ വണ്ടി ഇടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇടിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റൂട്ടിലൂടെ പോകാം. അല്ല, വണ്ടി എവിടെയും തട്ടാതെ നേരായി വാഹനത്തെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുതിർന്ന പരിചയ സമ്പന്നരായ ഡ്രൈവർമാർ പറയുന്നതിനെ പരിഗണിക്കണമെന്ന നിർദ്ദേശം മാത്രമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പറഞ്ഞിട്ടുള്ളത്. ഒരു വണ്ടിക്ക് 2 ഡ്രൈവർ എന്ന് ശരിയല്ല. ഒരു വണ്ടിക്ക് നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ചില ഡ്രൈവർമാരുണ്ട്, അവരാ വാഹനത്തെ കൊണ്ടുപോകണം. ഇത് ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടിയല്ല. ഡ്രൈവിംഗ് സ്കൂളിൽ വണ്ടിക്ക് 2 ഗിയറും 2 ബ്രേക്കൊക്കെ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഓടിക്കുന്ന അശ്രദ്ധ വന്നാൽ വേറെ ഒരാൾ ബ്രേക്ക് ചവിട്ടും. ഇവിടെ നമ്മുടെ മഹാരഥന്മാരായ ആളുകൾ ഇതിന്റെ ഒന്നാമത്തെ ഡ്രൈവർ പരിശുദ്ധമായ
കോഴിക്കോട്ടെ വരക്കൽ മഖാമിൽ അന്തിയുറങ്ങുന്ന മഹാനായ സയ്യിദ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവ്വറല്ലാഹു മർക്കദ, അല്ലാഹു തആല അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അവരിങ്ങോട്ട് മുതൽ ഓടിക്കാൻ തുടങ്ങിയ വാഹനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഹ്ലു ബൈതി കസഫീനത്തി നൂഹ്, എന്റെ അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞാൽ നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ്. അതിലാര് കയറിയാൽ രക്ഷപ്പെടും. ആ വാഹനത്തിന് ഒരു കുഴപ്പമുണ്ടാവില്ല. ആ വാഹനത്തെ, ആ വഴികളെ അവഗണിക്കപ്പെടുന്നവരാരോ അവർക്കാണ് പരാജയം ഉണ്ടാകുക എന്ന് പറഞ്ഞ മഹാരഥന്മാരായ അഹ്ലു ബൈത്ത്, മഹത്തുക്കളായ സാദാത്യങ്ങൾ, അൽ ഉലമാ വറസത്തുൽ അംബിയാ എന്ന് പറഞ്ഞ മഹത്തുക്കളായ പണ്ഡിതന്മാർ, അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ മഹത്തായ സംഘടന ഒരിക്കലും തന്നെ ഒരു പിഴവിന്റെ മാർഗത്തിലേക്ക്, വ്യതിചലിച്ച മാർഗത്തിലേക്ക് നമ്മ ആരെയും കൊണ്ടുപോവുകയില്ല എന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് എന്നും സമസ്ത കേരള ജംഇയ്യത്ത് നമുക്ക് കരുത്ത് പകർന്ന് അതിന്റെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളോട് പരിപൂർണമായും സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ചും എസ്കെഎസ്എഫ് എന്ന് പറയുന്ന സംഘടന വിദ്യാർത്ഥി സമൂഹത്തെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇന്ന് വിദ്യാർത്ഥികൾ വിമർശനങ്ങൾ, അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് നിരീശ്വരവാദങ്ങൾ, ഉയർന്ന ചിന്തകളൊക്കെ വളർന്നു വരുന്ന ഒരു കാലഘട്ടം. അതിലേക്ക് പോകാനുള്ള ഒരു ഗേറ്റാണ് വിദ്യാർത്ഥി എന്ന് പറയുന്നത്. ആ വിദ്യാർത്ഥിയിലേക്ക് നമ്മുടെ വളർന്നു വരുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ പോകരുത് എന്ന് നമുക്ക് സാധ്യമുള്ളതുകൊണ്ട്, നിർബന്ധമുള്ളതുകൊണ്ട് എസ്കെഎസ്എഫ് ആദർശപരമായ മുന്നേറ്റങ്ങളും അതിന്റെ പരിപാടികളും നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുക. ഈ അടുത്താണ് എസ്കെഎസ്എഫ് നമ്മുടെ എല്ലാ യൂണിറ്റുകളിലും മധുരമാണ്, ഇസ്ലാമിനെ സംബന്ധിച്ച് മതം മധുരമാണെന്ന ഒരു ക്യാമ്പയിൻ നമ്മൾ നടത്തി. എന്തായിരുന്നു ലക്ഷ്യം? മതത്തിനെ പറ്റി ജനങ്ങളെ, ചെറുപ്പക്കാർ ഉത്ബോധിപ്പിക്കുക. നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് മതത്തിന്റെ യഥാർത്ഥമായ വഴികൾ പറഞ്ഞു കൊടുക്കുക. അവർ ലിബറൽ ചിന്താധാരകളിലേക്ക്, യുക്തിവാദങ്ങളിലേക്ക്, നിരീശ്വരവാദങ്ങളിലേക്ക് അവർ പോകാൻ പാടില്ല. അതിനെതിരെ കഴിഞ്ഞ ഒരുപാട് മാസക്കാലം നീണ്ട ക്യാമ്പയിൻ നടത്തി, മതം മധുരമാണെന്ന ക്യാമ്പയിൻ നടത്തിയ സംഘടനയാണ് എസ്കെഎസ്എഫ്. ചിലരൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ നിരീശ്വരവാദത്തെ പറ്റി പറയുന്നില്ല. എസ്കെഎസ്എഫ് എന്ന് പറയുന്ന സംഘടന സമസ്ത കേരള ജംഇയ്യത്തുമയും അത് വളരെ കൃത്യമായി പറയേണ്ട സന്ദർഭങ്ങളിൽ പറയേണ്ടതുപോലെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, സമസ്ത കേരള ജംഇയ്യത്തുമയുടെ ആശീർവാദത്തോടുകൂടെ 3.5 പതിറ്റാണ്ട് പിന്നിട്ട ഈ സംഘടന ഇന്ന് വളർന്ന് പന്തലിച്ച് വലുതായി. അൽഹംദുലില്ലാ, ഒരുപാട് വിങ്ങുകളും ഉപവിങ്ങുകളുമായി എസ്കെഎസ്എഫ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിലവിൽ എസ്കെഎസ്എഫിന്റെ സർക്കിളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിലെ സർക്കിളിൽ ഈ മാസം 26, 27, 28, 29 തീയതികളിൽ കണ്ണൂരിലെ സർ സയ്യിദ് കോളേജിൽ തളിപ്പറമ്പിൽ വെച്ച് നടക്കണം. മേഖലാ തലത്തിൽ നടന്നു, ജില്ലാ തലങ്ങൾ നടന്നു, ശാഖകൾ നടന്നു, ക്ലസ്റ്റർ നടന്നു. അൽഹംദുലില്ലാ, ഇനി അങ്ങോട്ട് സംസ്ഥാന സർക്കിളയും ദേശീയ സർക്കിളയും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലുള്ള സർക്കിളയും ഒക്കെ